തിരുവനന്തപുരം ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന CPM ഓഫീസ് അധികൃതർ ഒഴിപ്പിക്കുന്നു. സ്ഥലത്ത് അധികൃതരും CPM പ്രവർത്തകരും തമ്മിൽ തർക്കം. ഒഴിയാൻ കൂടുതൽ സമയം വേണമെന്ന് CPM നേതാക്കൾ. കോവിഡ് ഹെൽപ്പ് ഡെസ്ക് എന്ന മറവിൽ പ്രവർത്തിച്ച പാർട്ടി ഓഫീസാണ് ഒഴിപ്പിക്കുന്നത്. കോർപ്പറേഷൻ കെട്ടിടത്തിലെ മറ്റൊരു മുറിയിലിരുന്ന CPM പ്രവർത്തകർ മദ്യപിക്കുന്ന ദൃശ്യങ്ങളും ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, തിരുവനന്തപുരം ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുകയായിരുന്ന CPM ഓഫീസാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പാർട്ടി ഓഫീസിന്റെ മറവിൽ അവിടെ പല അനാശാസ്യ പ്രവൃത്തികളും നടക്കുന്നുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? രോഹിണി, തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ കടകംപള്ളി സോണൽ ഓഫീസിന് പരിധിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് കോർപ്പറേഷൻ്റെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന് സമീപത്തായി തന്നെ ഇത്തരത്തിലൊരു ഷെഡ് കെട്ടിക്കൊണ്ട് ഇവിടെ കോവിഡ് ഹെൽപ്പ് സെൻറ്റർ എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഇവിടെ CPMൻ്റെ പാർട്ടി ഓഫീസ് പ്രവർത്തിച്ച് വരികയായിരുന്നു എന്നതാണ്. അതായത് ഇതിനുള്ളിൽ നിന്നും കൊടിതോരണങ്ങളടക്കം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ്. ഇവിടെ എത്രയും വേഗം തന്നെ ഈ സാധനങ്ങളുമായി ഈ കെട്ടിടത്തിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒഴിപ്പിക്കണമെന്നുള്ള ആവശ്യം അത് നേരത്തെ തന്നെ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ അധികൃതർ ഇവിടേക്ക് എത്തുന്നു. അവരൊക്കെ ഉള്ളിൽ കയറി പരിശോധിക്കുമ്പോൾ ഇവിടെ പാർട്ടി സംബന്ധമായിട്ടുള്ള കൊടികളും ഫ്ലെക്സുകളും ഒക്കെയാണ് ഉള്ളിലുണ്ടായിരുന്നത്. അതായത് COVID-19 ഹെൽപ്പ് സെൻറ്റർ എന്നുള്ള പേരിൽ ഇവിടെ പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനം നടന്നു വന്നിരുന്നു. അതായത് നേരത്തെ കോർപ്പറേഷൻ്റെ ഭരണം CPMന് കീഴിലായിരുന്നു, LDFന് കീഴിലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഇത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ നടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായും കോർപ്പറേഷൻ അധികൃതരും കൗൺസിലറും ഒക്കെ നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ഈ കോർപ്പറേഷൻ്റെ അധികൃതർ എത്തിയത്. ഇവിടെ നിന്നും ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സമയം വേണമെന്നാണ് CPM പ്രവർത്തകരടക്കം ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത്രയും സമയം കൊടുത്തിട്ട് പോലും ഇത് നീക്കം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൗൺസിലർ അടക്കം വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ഈ കോവിഡ് കാലത്ത് ഉപയോഗിച്ചു വന്ന ചില സാധനങ്ങളും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഈ മുൻവശത്ത് വിതറിയിട്ടിരിക്കുന്നത് കാണാം. ഇത് ഇവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ തന്നെയാണ് ഇത് പെട്ടിയിൽ നിന്നും എടുത്ത് ഇവിടെ മുന്നിൽ വിതറിയിരിക്കുന്നത്. അതിന് കാരണം ഇതൊരു കോവിഡ് സെൻറ്ററിൻ്റെ ഹെൽപ്പ് ലൈനാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ആണ് എന്നുള്ളത് തോന്നിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നു വന്നത് CPMൻ്റെ കൊടിതോരണങ്ങളടക്കം ഈ ഷെഡിനുള്ളിൽ വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു, അല്ലെങ്കിൽ മീറ്റിങ്ങുകളടക്കം നടത്തി വന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. ഇവിടെ നിന്നും ഉള്ളിൽ നിന്നും CPMൻ്റെ കൊടിതോരണങ്ങൾ എടുത്തു. അത് കൊണ്ടുവച്ചിരിക്കുന്നത് ഉള്ളിൽ, അതായത് മിനി സിവിൽ സ്റ്റേഷന് പുറകിലുള്ള ഒരു കെട്ടിടത്തിലാണ്. ഈ കോർപ്പറേഷൻ ഉള്ളിൽ നിന്നും എടുത്ത കൊടിതോരണങ്ങളും പാർട്ടി പുസ്തകങ്ങളും അടക്കം ഇവിടേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കോർപ്പറേഷൻ്റെ ജീവനക്കാരാണ് രാവിലെ ഈ ഷെഡിനുള്ളിൽ നിന്നും എടുത്തുകൊണ്ട് ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് കോർപ്പറേഷൻ്റെ അധികൃതർ എത്തുമ്പോൾ CPM പ്രവർത്തകർ ഇവിടെ നിന്നുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും CPMൻ്റെ നേതാക്കൾ കയറി ആ ഷെഡിനുള്ളിൽ ഇരിക്കുകയാണ്. കാരണം ഇത് പൊളിക്കാൻ ആകില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്, സമയം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ചിലർ മദ്യപിച്ച് കിടക്കുന്ന അടക്കം ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ചില ദൃശ്യങ്ങൾ അടക്കമുണ്ട്. എന്തായാലും ഇവിടെ CPMൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ ഷെഡ് പൊളിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ്